യെസ്, പഠിക്കുന്നുണ്ടല്ലേ? എല്ലാരും പഠിക്കുന്നുണ്ടോ? ഉണ്ടോടെ ഉണ്ടോടെ, ചുമ്മാ പറയരുത്. എല്ലാരും പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? എല്ലാരും പഠിക്കുന്നുണ്ടല്ലേ? സോ നോക്കാം. ഇറ്റ്സ് എൻഡോക്രൈൻ സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചോദിക്കട്ടെ, നമ്മുടെ ഇറ്റ് ഹ്യൂമൻ ബോഡിയിൽ പ്രധാനപ്പെട്ട എത്ര ടൈപ്സ് ഓഫ് ഗ്ലാൻസ് ഉണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട എത്ര ടൈപ്സ് ഗ്ലാൻസ് ഉണ്ട്? നമ്മുടെ ഹ്യൂമൻ ബോഡി എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എത്ര ടൈപ്സ് ഗ്ലാൻസ് ഉണ്ട്? There are two types ഗ്ലാൻസ് ഉണ്ട്. ഏതൊക്കെയാ വരുന്നത്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇസ് എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. രണ്ടാമത് എന്തുണ്ട്? ഇറ്റ്സ് എൻഡോക്രൈൻ ഗ്ലാൻസ് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡി എടുക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവിടെ രണ്ട് തരത്തിലുള്ള ഗ്ലാൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഇസ് എക്സോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. രണ്ട് ഇറ്റ് ഇസ് എൻഡോക്രൈൻ ഗ്ലാൻസ് ഉണ്ട്. എക്സോക്രൈനും ഉണ്ട്, ആൻഡ് എൻഡോക്രൈനും ഉണ്ട്. അല്ലേടെ? ഈ പറഞ്ഞ ഗ്ലാൻസിന്റെ പച്ച മലയാളം വാക്ക് എന്താ? ഈ പറഞ്ഞ ഗ്ലാൻസിന്റെ ഏറ്റവും ഇറ്റ്സ് മലയാളം വാക്ക് എന്താ കുഞ്ഞുങ്ങളെ? ഗ്രന്ഥികളാണോ? ആണോടെ? ആണോ? ഗ്രന്ഥികളാണോ? ഗ്രന്ഥികൾ. അപ്പോൾ ഈ പറഞ്ഞ ഗ്രന്ഥികൾ എടുത്തു കഴിഞ്ഞാൽ അവർ രണ്ട് തരത്തിലാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഇറ്റ്സ് എക്സോക്രൈൻ ഗ്ലാൻസും ഉണ്ട്, ആൻഡ് എൻഡോക്രൈനും ഉണ്ട്. എന്താ എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സോക്രൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഇപ്പൊ കയറി വന്നവരുടെ ശ്രദ്ധയ്ക്ക് പറയുന്ന കാര്യം, നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് എൻഡോക്രൈന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഇപ്പോൾ വന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് എൻഡോക്രൈന്റെ ഫസ്റ്റ് പാർട്ടാണ്. കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? എന്തു പറ്റി? യെസ്. ഗുഡ് ഈവനിങ്. അപ്പൊ ചോദിക്കട്ടെ, ആക്ച്വലി ഈ പറഞ്ഞ ഗ്ലാൻസ് എന്ന് പറഞ്ഞ എന്താ? ഇറ്റ്സ് ഗ്രന്ഥികൾ എന്ന് പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ഗ്രന്ഥികൾ എന്ന് പറഞ്ഞ എന്താ? അത് ഏതെങ്കിലും ഒരു സെക്രീഷൻസ് ഉണ്ടാക്കുന്നവയാണോ? ആണോ? ഈ സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ആ പറയുന്ന ഓർഗൻസിനെയാണോ നമ്മൾ ഗ്രന്ഥികൾ എന്ന് പറയുന്നത്? എല്ലാവരും സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഓർഗൻസിനെയാണോ നമ്മൾ ഈ പറഞ്ഞ ഗ്ലാൻസ് എന്ന് പറയുന്നത്? ആണല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞ എന്താ? അപ്പോൾ ഈ പറഞ്ഞ ഇറ്റ്സ് എക്സോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞ എന്തായിരിക്കും? അവ ഡക്റ്റ് ഉള്ളവയാണോ? അവ ഈ പറഞ്ഞ ഡക്റ്റ് ഉള്ളവയാണോ? ഏറ്റവും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഈ പറഞ്ഞ ബ്രസ്റ്റ് ഉണ്ടോ? ഈ പറഞ്ഞ ബ്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്. അതുപോലെ വേറെന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് ഈസ് ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ടോ? അതുപോലെ ഈ പറഞ്ഞ ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. അതുമുണ്ട്. വേറെ എക്സാമ്പിൾ പറഞ്ഞേ. സലേവറി ഗ്ലാൻസ് ഉണ്ടോ? സലേവറി ഗ്ലാൻസ് ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ? ഈയിടെയായിട്ട് ഭയങ്കര ചൂടാണ്, അപ്പൊ അതും അറിയണം. സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ടോ? അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ കുറെ അധികം ഗ്ലാൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഉണ്ട് അവിടെ. ആണ്. അപ്പൊ സെക്രീഷൻസ് പറയാൻ വേണ്ടി എക്സാമ്പിൾ ഏതൊക്കെയുണ്ട്? സെക്രീഷൻസ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സെക്രീഷൻസ് ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സെക്രീഷൻ ഏതൊക്കെയുണ്ട്? അത് കുറെ എൻസൈംസ് ഉണ്ട്, ഒരുപാട് ഉണ്ടല്ലേ? സലേവറി ഗ്ലാൻസ് എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? സലേവറി ഗ്ലാൻസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സലേവ അവിടെ എന്തെങ്കിലും എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സലേവറി അമൈലേസ് ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഈ പറഞ്ഞ സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ഓർഗൻസിനെ വിളിക്കുന്ന പേരെന്താ? സെക്രീഷൻസ് ഉണ്ടാക്കുന്ന ഈ പറഞ്ഞ ഓർഗൻസിനെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ് ഈസ് ഗ്ലാൻസ് അല്ലേ? ഗ്ലാൻസ് വിളിക്കാം. അപ്പോൾ അതിനകത്താണ് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് എക്സോക്രൈനും ഉണ്ട്. അവിടെ ഈ പറഞ്ഞ ഡക്റ്റ് ഉണ്ടോ? അവിടെ എന്തെങ്കിലും ഡക്റ്റ് ഉണ്ടോ?
പറയാം ഡക്റ്റഡ് അല്ലേ, ഡക്റ്റഡ് അല്ലേ. ഇത് വളരെ മറക്കരുതേ. ഈ പറഞ്ഞ എക്സോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡക്റ്റഡ് ഗ്ലാസ് ആണല്ലേ. ആ ഉണ്ടാക്കുന്ന സെക്രീഷൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നല്ലേ. ഇറ്റ് ഇസ് ദ ടാർഗറ്റ് ഓർഗൻസിലോട്ട് ഈ പറഞ്ഞ ഇറ്റ് ദ ഡക്റ്റ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടല്ലേ. ഇറ്റ് ഓർഗനിലോട്ട് ദാറ്റ് ഇസ് ദ ഡക്റ്റുകൾ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അത് എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? എക്സോക്രൈൻ ആണോ എൻഡോക്രൈൻ ആണോ? ഉണ്ടാകുന്ന സെക്രീഷൻസിനെ ടാർഗറ്റ് ഓർഗൻസിലോട്ട് ഈ പറഞ്ഞ ഡക്റ്റ് വഴി ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേര് എക്സോക്രൈൻ എന്ന് പറയും. അപ്പോൾ അതിനെ പറ്റിയ ഏറ്റവും വലിയ എക്സാമ്പിൾ ഏതൊക്കെയാ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതൊക്കെയാ? എക്സാമ്പിൾ ഓരോന്നായിട്ട് പറഞ്ഞേ. എക്സാമ്പിൾ ഏതൊക്കെ പറഞ്ഞേ? ദ സലേവറി ഗ്ലാൻസ് ഉണ്ടോ? ദ ബ്രസ്റ്റ് ഉണ്ടോ? ആൻഡ് ദ ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ എന്തൊക്കെ ഇവര് വ്യത്യാസം എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേ. ഇവയുടെ വ്യത്യാസം എക്സോക്രൈൻ ഗ്ലാൻസും ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസും തമ്മിലുള്ള ഏറ്റവും ദ മേജർ വ്യത്യാസം എന്തൊക്കെയാ ചോദിക്കും. ഡക്റ്റുള്ള ഗ്ലാൻസിനെ വിളിക്കുന്ന പേരെന്താ? ഡക്റ്റുള്ള ഗ്ലാൻസിനെ വിളിക്കുന്ന പേരെന്താ? എക്സോക്രൈൻ എൻഡോക്രൈൻ ആണോ? എക്സോക്രൈൻ. ഏറ്റവും പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് കാര്യം പഠിക്കട്ടോ. പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് തൊട്ട് തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എക്സോക്രൈൻ. ഇനി ഈ പറഞ്ഞ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻഡ് ഏതാ? അത് എൻഡോക്രൈൻ. ഇനി ഒരു സെക്രീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ദ ടാർഗറ്റ് ഓർഗനിലേക്ക് അത് കൊണ്ട് എത്തിക്കുന്നവ ആരാ? യെസ്. അടുത്ത ചോദ്യം ഇവിടെ പ്രീവിയസ് ചോദ്യമാണ്. ഇറ്റ് ഇസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ് ഇസ് ദ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അവിടെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ പറഞ്ഞ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എല്ലാം കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? ഈ പറഞ്ഞ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് എല്ലാം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എല്ലാം കളക്റ്റീവായിട്ട് പറയുന്ന പേരെന്താ? അത് ഹോർമോൺസ് എന്നാണോ? ഹോർമോൺസ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എല്ലാം നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരെന്താ? ഹോർമോൺസ് എന്ന് പറയാം. ഹോർമോൺസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബോഡിയുടെ ഏറ്റവും മേജർ ഡിവിഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ഡക്റ്റ് ഇല്ലാത്ത ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ എല്ലാം കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന പേരെന്താ? ഹോർമോൺസ് എന്ന് പറയാം അല്ലേ. ഹോർമോൺസ് എന്ന് പറയാം. ഈ ഹോർമോൺസ് എങ്ങനെയാ നമ്മുടെ ബോഡിയിൽ ടാർഗറ്റ് ഓർഗനിലോട്ട് എത്തുന്നത്? എങ്ങനെ എത്തും? നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ഹോർമോൺസ് എല്ലാം ടാർഗറ്റ് ഓർഗനിലോട്ട് എത്തുന്ന ആ ഒരു പാത്വേ ഏതാണ്? ആ വഴി ഏതാണ്? വഴി ഇത് ബ്ലഡ് അല്ലേ? അല്ലേടേ? അതിന് ഈ പറഞ്ഞ ബ്ലഡ് വഴിയല്ലേ? ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ എല്ലാ ഗ്ലാൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്രീഷൻ ഈ ഹോർമോൺസ് എല്ലാം ടാർഗറ്റ് ഓർഗനിലോട്ട് അത് എത്തുന്ന ഒരു പാത്വേ ഏതാണ്? ഇറ്റ്സ് ബ്ലഡ് വഴിയാണ്. മറക്കരുത്, ഇറ്റ്സ് ബ്ലഡ് വഴിയാണ് ഈ ഹോർമോൺസ് എല്ലാം ടാർഗറ്റ് ഓർഗനിലോട്ട് എത്തുന്നത്. ഇതുവരെ ക്ലിയർ ആയോ? മലയാളമാണ് പറയുന്നത്, മലയാളമാണ്. കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്തോ? കഴിഞ്ഞ ദിവസം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തോ? എല്ലാരും വർക്ക്ഔട്ട് ചെയ്തോ? കള്ളം പറയരുത്. വർക്ക്ഔട്ട് ചെയ്യുക. യെസ്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഗ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ എല്ലാ ഡിഫറൻസിയേഷനും പറഞ്ഞു. ഇനി എന്താ എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ എൻഡോക്രൈൻ ഗ്ലാൻസ്? അപ്പൊ ഈ പറഞ്ഞ എക്സോക്രൈൻ പറഞ്ഞു. ഇനി എന്താണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
അവക്ക് എന്തുണ്ട്? പറ. അവൾക്ക് അവക്ക് ഡക്റ്റ് ഉണ്ടോ? അവക്ക് ഡക്റ്റ് ഉണ്ടോ? ഡക്റ്റ് ഇല്ല. ഡക്റ്റ് ഇല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞേട്. എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? പാങ്ക്രിയാസ്, തൈറോയ്ഡ്, എല്ലാവരും പറയട്ടെ. അഡ്രിയൻ ഗ്ലാൻസ് ഉണ്ടോ? അഡ്രിയൻ ഗ്ലാൻസ് ഉണ്ടല്ലോ. പീനിയൽ ഗ്ലാൻസ്, അഡ്രിയൻ ഗ്ലാൻസ്, ഓരോന്ന് പറഞ്ഞേ. ലിവർ, ഓരോന്ന് പറയണം. അപ്പോൾ ഇവിടെ ആദ്യം അറിയേണ്ട കാര്യം എന്താ ഈ പറഞ്ഞ ഹോർമോൺസ് എന്ന് പറഞ്ഞ എന്താ? ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം അറിയേണ്ട കാര്യം ഹോർമോൺസ് എന്ന് പറഞ്ഞ എന്താ? എന്താണ് ഹോർമോൺസ് എന്ന് പറഞ്ഞ? ഹോർമോൺസ് എന്ന് പറഞ്ഞ എന്താ? കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണോ? അവയെല്ലാം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണോ? ആണ്. കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. പല തരത്തിലുള്ള സിഗ്നൽസ് കൊടുക്കാൻ കഴിയുന്നവയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള സിഗ്നൽസ് എല്ലാം കൊടുക്കാൻ കഴിവുള്ളവല്ലേ നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു മെസ്സേജ് പറഞ്ഞ ബോഡിയുടെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഇറ്റ് ഈസ് ദ മെസ്സഞ്ചേഴ്സ് ആണോ നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത്? ആണോടെ ഇപ്പൊ ഒരു ബോഡിയുടെ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു മെസ്സേജ് അത് പല ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഇറ്റ്സ് ദ മെസ്സഞ്ചേഴ്സിനെ വിളിക്കുന്ന പേരെന്താ? ഹോർമോൺസ് എന്ന് പറയാം. ഹോർമോൺസ് എന്ന് പറയാം. അപ്പൊ ചോദിക്കട്ടെ, നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ഹോർമോൺസിന്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻ എന്താ? ഹോർമോൺസിന്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻ എന്താ? എന്താണ്? അതിന് പറയുന്ന പേരുണ്ട്. അതൊരു സ്റ്റാസിസ് ആണ്. എന്ത് സ്റ്റാസിസാ? പലർക്കും ആ പേരറിയാം. ഏറ്റവും വരട്ടെ എല്ലാരും പറഞ്ഞേ അത് എന്ത് സ്റ്റാസിസാ? ഇറ്റ് ഇസ് ഹോമിയോസ്റ്റാസിസ് ആണോടെ? എല്ലാരും പറയട്ടെ. എന്താ ഫങ്ഷൻ ഓഫ് ഹോർമോൺ? ഏറ്റവും ബേസിക് ഫങ്ഷൻ ഓഫ് ഹോർമോൺ എന്ന് പറയുന്നത് എന്താണ്? അവയുടെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ ബോഡിയിൽ ഇറ്റ് മെയിൻറ്റെയിൻ ദ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ? ദ ഫിസിയോളജിക്കൽ ബാലൻസ് ഓഫ് ദ ബോഡി. ഫിസിയോളജിക്കൽ ബാലൻസ് ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്. നമ്മുടെ ബോഡിയിൽ ദ ഫിസിയോളജിക്കൽ പറഞ്ഞ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺസ് അല്ലേ? ആ ഹോർമോൺസിന്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻ ആണ് എന്താണ്? നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫിസിയോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിനെ പറയുന്ന ഒരു എക്സാക്ട് ടേം ഉണ്ട്. നിങ്ങൾ എല്ലാവരും പറഞ്ഞ ടേമാണ്. അതിന് പറഞ്ഞ കൃത്യമായ ഒരു ടേം ഉണ്ട്. ഫിസിയോളജിക്കൽ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു ടേം ഉണ്ട്. ഇപ്പൊ പറഞ്ഞാണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞേ, ഇത് ഹോമിയോസ്റ്റാസിസ് ആണോടെ? ഹോമിയോസ്റ്റാസിസ് ആണോടെ? മറക്കരുത്. ഈ വാക്ക് പല എക്സാമിൽ കണ്ടിട്ടുണ്ടോ? ഈ വാക്ക് പല എക്സാമുകൾക്ക് നിങ്ങൾ ഇറ്റ്സ് ഓപ്ഷൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. പല എക്സാമിന് വ്യത്യസ്തമായ കേരള പീസിലെ പല എക്സാമിൽ കണ്ടിട്ടുള്ള ഒരു ടേമാണ്. അത് എപ്പോഴും ഇത് ഓപ്ഷനിലാണ് വരുന്നത്. ശരിയല്ലേ? ഇത് എപ്പോഴും ഈ പറഞ്ഞ ഓപ്ഷനിലല്ലേ വരുന്നത്? ഓപ്ഷനകത്തല്ലേ കണ്ടിട്ടുള്ളത്? അപ്പൊ ആ സമയത്ത് അവിടെ നിന്ന് ആലോചിക്കും അത് എന്താണ്. ഇനി മറക്കരുത്, ഈ പറഞ്ഞ ഹോർമോൺസിൽ നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസിന്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻ എന്താണ്? ഹോർമോൺസിന്റെ ബേസിക് ഫങ്ഷൻ എന്താണ്? അതൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത് ബാലൻസ് ആണ്? ഫിസിയോളജിക്കൽ ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഫിസിയോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഈ പറഞ്ഞത് ഹോർമോൺസിന്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരെന്താ? എന്ത് പേരാ? ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കാം. അതിനെ പറയുന്ന വേറൊരു പേരുണ്ട്. ഇറ്റ് ഇന്റേണൽ ഇക്വിലിബ്രിയം എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇന്റേണൽ ഇക്വിലിബ്രിയം ഈ പറഞ്ഞ ഇന്റേണൽ ഓർഗൻസിന്റെ എല്ലാം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഈ ബോഡിയുടെ നമ്മുടെ ബോഡിക്കകത്തുള്ള ഇറ്റ്സ് ഇന്റേണൽ ബോഡിക്കകത്തുള്ള ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇന്റേണൽ ഇക്വിലിബ്രിയം എന്നും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു വാക്ക് കേൾക്കാത്ത ആരുമില്ലല്ലോ. ഈ പറഞ്ഞ ദ ഹോമിയോസ്റ്റാസിസ് എന്ന പേര് കേൾക്കാത്ത ആരുമില്ലല്ലോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഇന്റേണൽ സ്റ്റെബിലിറ്റി അല്ലേടെ, ഇന്റേണൽ സ്റ്റെബിലിറ്റി, ഇക്വിലിബ്രിയം, ദ സെൽഫ് റെഗുലേഷൻ, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ഹോർമോൺസ് ആണോ? സോ ആ ഒരു ഫംഗ്ഷൻ കിട്ടിയല്ലോ. പിന്നെ വേറൊരു പേരുണ്ട്. ഈ പറഞ്ഞ ഹോർമോൺസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? മറ്റൊരു പേരുണ്ട്. ആർക്ക് പറയാം? ഈ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അവയെ വിളിക്കുന്ന മറ്റൊരു പേര് കൂടി നമ്മൾ വിളിക്കാറുണ്ട്. ദ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ദ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് ഓർ ദ കെമിക്കൽ അല്ലേ? ഫസ്റ്റ് ഇറ്റ്സ് പ്രൈമറി അല്ലെങ്കിൽ ദ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ബോഡി. ഈ പറഞ്ഞ ഹോർമോൺസ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ ഫസ്റ്റ് അല്ലെങ്കിൽ ദ പ്രൈമറി അല്ലെങ്കിൽ ദ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ ബോഡി എന്നുകൂടെ നമ്മൾ വിളിക്കാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ പ്രീവിയസ് ആയിട്ട്? ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ഫസ്റ്റ് മെസ്സഞ്ചർ ഓഫ് ബോഡി എന്ന് ആരാണ് ചോദിച്ചിട്ടുണ്ട്? ആരായിരിക്കും? ഉണ്ട്. നിങ്ങൾ എല്ലാരും കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ദ ഫസ്റ്റ് മെസ്സഞ്ചർ ഓഫ് ദ ബോഡി ആരാ? അത് ഹോർമോൺസ് ആണ്. അതിങ്ങനെ ചോദിക്കാം. ഇറ്റ്സ് എ പ്രൈമറി മെസ്സഞ്ചർ ഓഫ് ബോഡി എന്ന് ചോദിച്ചാലും ആരാണ്? ഇറ്റ് ഇസ് എ പ്രൈമറി മെസ്സഞ്ചർ ഓഫ് ബോഡി എന്ന് ചോദിച്ചാലും അവയും ഹോർമോൺ ആണ്. അപ്പൊ നമ്മുടെ ബോഡിയുടെ ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിന് മാറ്റം വന്നു എന്ന് കഴിഞ്ഞാൽ, അതൊന്ന് കുറഞ്ഞു എന്ന് കഴിഞ്ഞാൽ അവിടെ ആരാണ് ആദ്യം ചാടി വീഴുന്ന ആൾക്കാർ? ഇവർ ഹോർമോൺ ആണോ? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഇക്വിലിബ്രിയത്തിന് ഒരു മാറ്റം വന്നു, അതൊന്ന് കുറഞ്ഞു. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് കുറഞ്ഞു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒന്ന് കുറഞ്ഞു. അപ്പൊ ആരാദ്യം ചാടി വീഴും? ഈ പറഞ്ഞ ദ മെസ്സേജ് നേരെ ഈ പറഞ്ഞ ബ്രെയിനിലോട്ട് പോകും. അവിടെ റിലീസ് ചെയ്ത ഹോർമോൺ ആരാ? ഹാർട്ട് റേറ്റ് ഒന്ന് കുറഞ്ഞാൽ അവിടെ ഏത് ഹോർമോൺ ആണ് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്? പറഞ്ഞേ. നമ്മുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞ ഫസ്റ്റ് റിലീസ് ആരാ? ഹാർട്ട് റേറ്റ് ഒന്ന് കുറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, പറഞ്ഞേ. ഹാർട്ട് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഹോർമോൺ ഫസ്റ്റ് റിലീസ് ആകുന്നത്? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞാൽ ഈ പറഞ്ഞ കിഡ്നിയിലോട്ടുള്ള ഈ പറഞ്ഞ ബ്ലഡ് ഫ്ലോ കൃത്യമായിരിക്കും? അത് കുറയത്തില്ല. ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് ഒക്കെ പതിയെ കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിലോട്ടുള്ള ഈ പറഞ്ഞ ബ്ലഡ് ഫ്ലോ അങ്ങ് കുറയും. ആണോ? അത് കുറഞ്ഞാൽ ആരറിയും? ഈ പറഞ്ഞ അഡ്രിനൽ ഗ്ലാൻസ് അറിയില്ലേ? ആ ഗ്ലാൻസ് അറിയില്ലേ? അഡ്രിനൽ ഗ്ലാൻസ് അറിയില്ലേ? അപ്പൊ അവിടെ എന്ത് സെക്രീറ്റ് കൊടുക്കും? അഡ്രിനാലിനാണോ? അഡ്രിനാൽ അങ്ങോട്ട് സെക്രീറ്റ് കൊടുക്കും. ഒന്ന് ആലോചിച്ചോക്കെ. ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഒന്ന് കുറഞ്ഞാൽ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നപ്പോ ആരായിരിക്കും? അഡ്രിനാലിൻ. ആലോചിച്ച് ഹാർട്ട് റേറ്റ് കുറഞ്ഞാൽ ഈ പറഞ്ഞത് നിങ്ങളുടെ കിഡ്നിയിലോട്ട് വരുന്ന ബ്ലഡ് ഫ്ലോ അങ്ങ് പതിയെ കുറയും. അപ്പൊ ആര് സെൻസ് ചെയ്യും? നിങ്ങളുടെ ഈ പറഞ്ഞ അഡ്രിനാൽ സെൻസ് ചെയ്തുകൊണ്ട് ആരെ റിലീസ് ചെയ്യപ്പോ അഡ്രിനാൽ സെക്രീറ്റ് ചെയ്ത് തുടങ്ങും. അതല്ലേ ഇറ്റ്സ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും? ആണോടെ? അതല്ലേ എപ്പോഴും നമ്മുടെ ഇറ്റ്സ് പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്? യെസ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള കാര്യമാണ്. യെസ്. ഇനി ചോദിക്കുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇറ്റ്സ് പ്രൈമറി പഠിച്ചു, ദ മെസ്സഞ്ചർ പഠിച്ചു. ഇനി ആരാ നമ്മുടെ ബോഡിയിൽ ദ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്? ആരാണ് നമ്മുടെ ബോഡിയിൽ ദ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്? ഇതൊരു ബോക്സിലിട്ട് എഴുതി വെക്കുക. ഇതും ഒരു ബോക്സിൽ എഴുതി വെക്കുക. നമ്മൾ പ്രൈമറി പഠിച്ചു. ആരെ പഠിച്ചു പ്രൈമറി ആയിട്ട്?
പ്രൈമറി ആയിട്ട് പഠിച്ചു, ദ ഹോർമോൺസ് പഠിച്ചു. ഇനി സെക്കൻഡറി ആരാ? സെക്കൻഡറി ആരാ? ആരാടെ? പറയടേ, സെക്കൻഡറി ആരാ? ഈ സെല്ലിനകത്തുള്ള സംഭവങ്ങളാണോ? നമ്മുടെ ബോഡിയിലെ സെല്ലിനകത്തുള്ള സംഭവങ്ങളിൽ എപ്പോഴും സെക്കൻഡറി ആയിട്ട് വരുന്നത്. ആ സെല്ലിനകത്ത് വിളിക്കുന്ന പേരെന്തായി? ഇൻട്രാ സെല്ലുലർ പാർട്ടാണോ? ആണോ? ഇത് സെക്കൻഡറി ആയിട്ട് വരുന്ന പേരായിരിക്കും. ഇൻട്രാ സെല്ലുലർ പാർട്ടാണ്. ആണോ? സെല്ലിനകത്തുള്ള സബ്സ്റ്റൻസ് ആണോ? അവിടെ സെല്ലിനകത്തുള്ള സബ്സ്റ്റൻസ് ആണോ? ആണ്. എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞത് കാൽഷ്യം വന്നും എവിടെയും കേട്ടിട്ടുണ്ടോ? കാൽഷ്യം ഒക്കെ എവിടെയും കേട്ടിട്ടുണ്ടോ? കാൽഷ്യം കേട്ടിട്ടുണ്ട്. ആൻഡ് CAMB കേട്ടിട്ടുണ്ടോ? ആൻഡ് CAMB കേട്ടിട്ടുണ്ടോ? ഉണ്ട്. സൈക്ലിക് അഡിനോസിൻ ഇസ് മോണോഫോസ്ഫേറ്റ്. ഇതൊക്കെ എന്താ? ഇവയൊക്കെ സെക്കൻഡറി ആണ്. അപ്പോൾ സെക്കൻഡറി മെസ്സേജസ് എവിടെയാ കാണുന്നത്? അപ്പോ സെക്കൻഡറി മെസ്സേജസ് നമ്മുടെ ബോഡിയിൽ എവിടെ കാണും? സെല്ലിനകത്താണ് കാണുന്നത്, അല്ലേ? സെല്ലിനകത്താണ് എപ്പോഴും സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് കാണുന്നത്. സെല്ലിനകത്താണ്, മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങി എവിടെയാ? ഈ പറഞ്ഞത് ഹോർമോൺസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഹോർമോൺസ് അപ്പോൾ എന്താ? ഇറ്റ്സ് പ്രൈമറി മെസ്സഞ്ചേഴ്സ് എന്നറിയപ്പെടുന്ന ആരാ? നമ്മുടെ ബോഡിയിൽ എപ്പോഴും ഈ പറഞ്ഞത് പ്രൈമറി എന്ന് പറഞ്ഞ ആരാ? ദ പ്രൈമറി മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹോർമോൺസ്. ഇനി നമ്മുടെ ബോഡിയിൽ ദ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആരാ? സെല്ലിനകത്തുള്ള സംഭവങ്ങളല്ലേ? സെല്ലിനകത്തുള്ളവയല്ലേ? യെസ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞ ഹോർമോൺസ് നമ്മുടെ ഈ പറഞ്ഞ ഇന്റേണൽ ഇക്വിലിബ്രിയം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഹോർമോൺസിന്റെ കൂടെ അവിടെ പിന്നെ ആരെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ? ഈ ഹോർമോൺസിന്റെ കൂടെ തന്നെ അവിടെ വേറെ ആരെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ടോ? ദ ഇന്റേണൽ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ ആരാടെ? വേറെ ആരുണ്ട്? ആർക്ക് പറയാം? ഈ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? ഇറ്റ് നെർവ് സിസ്റ്റം ഉണ്ടോ? അത് ഏത് നെർവ് സിസ്റ്റമാ? ഇറ്റ്സ് ഓട്ടോണമിക് നെർവ് സിസ്റ്റം ആണോ? ആണ്. അപ്പൊ നമ്മുടെ ഇന്റേണൽ ഇക്വിലിബ്രിയം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരൊക്കെ ചേർന്ന? ഇറ്റ്സ് ഓട്ടോണമിക് നെർവ് സിസ്റ്റവും ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം രണ്ടും കൂടെ ചേർന്ന. രണ്ടുപേരും അമ്മയുടെ മടിയിരിക്കണം. ആരുടെ ക്യാമറ മൈക്ക് ഓഫ് ചെയ്യടേ? ആരുടെ അത്? ഇതുവരെ പറഞ്ഞ ക്ലിയറായ? യെസ്. ഇത്രയും പറഞ്ഞ ഈസി ആണോ? സോ ഒരു പുതിയ സിസ്റ്റമാണ് കണ്ടോട്ടുന്നത്, അല്ലേ? പുതിയ സിസ്റ്റമാണ്, എൻഡോക്രൈൻ സിസ്റ്റമാണ്. ഞാൻ വീണ്ടും ആദ്യം ഒന്നുകൂടെ പറയുന്ന കാര്യം, നമ്മൾ എപ്പോഴും ഒരൊറ്റ സിസ്റ്റം വെച്ചുകൊണ്ടൊരു മാസം ഇരിക്കരുത്. നമ്മൾ എല്ലാ സിസ്റ്റവും കൂടെ ചേർത്താണ് പഠിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പഠിച്ചോ എല്ലാവരും? എല്ലാവരും പഠിച്ചു. യെസ്. അപ്പൊ ഈ പറഞ്ഞത് ഹോർമോൺസ് പറഞ്ഞു. ഇനി അറിയേണ്ട കാര്യം, നമ്മുടെ ബോഡിയിൽ എത്ര ടൈപ്സ് ഹോർമോൺസ് ഉണ്ട്? ഇനി അറിയേണ്ട കാര്യം, നമ്മുടെ ബോഡിക്കകത്ത് ടോട്ടൽ എത്ര ടൈപ്സ് ഹോർമോൺസ് ഉണ്ട്? പല ടൈപ്സ് ഹോർമോൺസ് ഉണ്ട്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ്. എപ്പോഴും ഒരു ചോദ്യം സ്ഥിരമായി ചോദിച്ചു കാണുന്ന ഒരു ഭാഗമാണ്. ഈ പറഞ്ഞത് ഹോർമോൺസിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട്. നോക്കാം എത്ര ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ്
സ്റ്റിറോയിഡ് ഹോർമോൺ കേട്ടിട്ടുണ്ടോ എല്ലാവരും? സ്റ്റിറോയിഡ് ഹോർമോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇത് ഏതൊരു കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ ഭാഗത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റിറോയിഡ് ഹോർമോൺസ് അത് എവിടെ നിന്ന് അതിനെ ഡിറൈവ് എടുക്കുന്ന? സ്റ്റിറോയിഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ നിന്ന് അത് എവിടെ നിന്ന് എടുക്കുന്ന? എവിടെ എടുക്കുന്ന? ഇത് കൊളസ്ട്രോൾ ആണോ? ഇത് കൊളസ്ട്രോൾ ആണോ? ഇപ്പോഴത്തെ കൊളസ്ട്രോളിന്റെ ഫാറ്റി ആസിഡിൽ നിന്നാണോ? ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ എന്നത് അത് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ സെല്ലിന്റെ ഏത് ഭാഗത്തു നിന്നാണ്? ഈ സെല്ലിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് സ്റ്റിറോയിഡ്സ് വരുന്നത്? സെല്ലിന്റെ ഏത് ഭാഗത്ത് നിന്നാണെന്നൊരു ക്വസ്റ്റ്യൻ വരും. പറഞ്ഞു എവിടെ നിന്നാണ് വരുന്നത്? എനിയോ സ്റ്റിറോയിഡ്സ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്റ്റിറോയിഡ് എവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സെല്ലിന്റെ ഒരു ഭാഗം പറഞ്ഞ എല്ലാരും, സെല്ലിന്റെ ഒരു പാർട്ട് പറഞ്ഞേ. ഇത് പ്രത്യേകം ഓർമ്മിക്കണം. ഈ പറഞ്ഞ സ്റ്റിറോയിഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ പറഞ്ഞ സെല്ലിന്റെ ഏത് ഭാഗത്ത് വെച്ചാണ് സ്റ്റിറോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എല്ലാവരും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കേട്ടിട്ടുണ്ടോ? എല്ലാവരും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സെല്ലിനകത്തുള്ള സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ് സ്റ്റിറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരിക്കലും മറക്കരുത്. ഇത് പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിറോയിഡ് എവിടെ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എവിടെ നിന്നാ? ഈ സെല്ലിന്റെ ഏത് ഭാഗം? സെല്ലിനകത്തുള്ള സ്മൂത്ത് ആണോ റഫ് ആണോ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഈ പറയും സ്മൂത്തും റഫും തമ്മിൽ വ്യത്യാസം എന്താ? ആ റൈബോസോം ഉള്ളതിനെ വിളിക്കുന്ന പേരെന്താ? ആ റൈബോസോം ഉള്ള കുറെ ഗ്രാനുൾസ് ഉള്ളതിനെ ഏത് വിളിക്കുകയാണ്? റഫ് ആണോ സ്മൂത്ത് ആണോ? ആലോചിച്ച് പറഞ്ഞേ. ഇനി ഓർമ്മിക്കണം, റൈബോസോംസ് ഉള്ളതിനെ, ഗ്രാനുൾസ് ഉള്ളതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നും ആ റൈബോസോം ഇല്ലാത്ത പാർട്ടിനെ വിളിക്കുന്ന പേര് സ്മൂത്ത് എന്നും വിളിക്കാം, അല്ലേ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി. റൈബോസോം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും അവൻ ഫസ്റ്റ് ഈ പറഞ്ഞത് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുകയും. അങ്ങനെ ആലോചിച്ചാൽ മതി. സോ മറക്കരുത്, സ്റ്റിറോയിഡ് ഉണ്ടാക്കുന്ന പാർട്ട് ഏത് സെല്ലിന്റെ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആ സെല്ലിന്റെ ഈ പറഞ്ഞ ഏത് ഭാഗമാണ് സ്റ്റിറോയിഡ് ഉണ്ടാക്കുന്നത്? റഫ് ആണോ സ്മൂത്ത് ആണോ? ഇനി പറയണം, മറക്കരുത്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അല്ലെ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇനി ഇങ്ങനെ ചോദിക്കട്ടെ, ഈ പറഞ്ഞ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആരാ എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആലോചിച്ച് പറയുക. സ്മൂത്ത് ആണോ റഫ് ആണോ? എല്ലാരും പറയണം. ഈ ഗ്രൂപ്പിൽ എല്ലാരും പറയണം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം അല്ലെ ചോദ്യം വരും. ചോദ്യം വരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ എക്സാമ്പിളും കൂടെ ചോദിക്കും. ഏറ്റവും ബേസിക്കലായിട്ട് വരുന്ന ഈ ഹോർമോൺസ് ഏതൊക്കെയാ നമ്മുടെ ബോഡിയിൽ? സെക്സ് ഹോർമോൺസ് ഉണ്ടോ? സെക്സ് ഹോർമോൺസ് ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോൺസ് ചോദിക്കുകയാണെങ്കിൽ സെക്സ് ഹോർമോൺസ് ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എല്ലാവരും. The testosterone, estrogen and the progesterone and the cortisol, aldosterone, ഇവയൊക്കെയല്ലേ എക്സാമ്പിൾ, അല്ലേ? ആൾഡോസ്റ്റിറോൺ ഉണ്ട്, കോർട്ടിസോൾ ഉള്ളത്, അല്ലേ? ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇവയെല്ലാം എന്താണ്? ഹോർമോൺസിൽ വരുന്ന കാര്യമാണ്. സോ ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയല്ലോ? എല്ലാവരും
എല്ലാരും പറയാം. സ്റ്റിറോയിഡ് ഹോർമോൺസ് അറിയാമല്ലോ. ഹോർമോൺസിന്റെ ഫസ്റ്റ് ടൈപ്പ് സ്റ്റിറോയിഡ് കിട്ടിയല്ലോ. ഹോർമോൺസിന്റെ ഫസ്റ്റ് ടൈപ്പായ സ്റ്റിറോയിഡ് കിട്ടിയല്ലോ. ഇനി ഹോർമോൺസിന്റെ രണ്ടാമത് ടൈപ്പാണ്. ഇറ്റ്സ് അമൈൻ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇറ്റ്സ് അമൈൻ ഹോർമോൺസ് എന്ന് പറയാം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അമൈൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടത് ഇത് എവിടെന്നാ വരുന്നത്? പറയാൻ പറ്റും. അമൈൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് ഡിറൈവ്ഡ് ഫ്രം അമിനോ ആസിഡ്സിൽ നിന്നാണോ? അമിനോ ആസിഡിൽ നിന്നാണോ? എല്ലാരും പറയാം. ചോദിക്കോടെ. സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാൽ ഇത് നമ്മൾ വിട്ട് കളയുന്ന ഒരു ഭാഗം വലിയൊരു കാര്യം. ശരിയാണല്ലോ? നിങ്ങൾ അതിന്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹോർമോൺസ് എന്നും ഈ അമൈൻ ഹോർമോൺസ് എന്നും ഇതൊക്കെ എടുത്തു വെച്ച് വായിക്കില്ല, സ്കിപ്പ് ചെയ്ത് പോകുന്ന ടോപ്പിക് അല്ലേ? ആണോ അല്ലേ? ശരിക്കും സത്യം പറയണം. ആണ്. പഠിക്കാൻ നിൽക്കത്തില്ല, നിങ്ങളുടെ മനസ്സ് സമ്മതിക്കത്തില്ല. നിങ്ങളുടെ ഈ പറയുന്ന ഉൾമനസ്സ് ഇത് വേണ്ട എന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ അല്ലേ? പഠിക്കണം, ചോദിക്കും. സോ പറഞ്ഞേ, ഇറ്റ്സ് അമൈൻ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ഇത് ഇറ്റ്സ് മെയിൻലി എവിടെ നിന്നാ വരുന്നത്? ഇറ്റ് ഡിറൈവ്ഡ് ഫ്രം അമിനോ ആസിഡിൽ നിന്നും. ഇറ്റ്സ് അമിനോ ആസിഡിൽ നിന്നും അവിടുന്ന് ഡിറൈവ് ചെയ്തു വരുന്ന അമോണിയയുടെ കണ്ടന്റ് ഉള്ളതാണോ? ഇറ്റ്സ് അമോണിയയുടെ കണ്ടന്റ് ഉള്ളതാണോ? ഇറ്റ്സ് അമൈൻ ഹോർമോൺസ് മറക്കരുത്. ഇറ്റ്സ് അമിനോ ആസിഡിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തു വരുന്ന ഇറ്റ്സ് അമോണിയയുടെ കണ്ടന്റ് ഉള്ള ഹോർമോൺസിനെ വിളിക്കുന്ന പേര് ഇറ്റ്സ് അമൈൻ ഹോർമോൺസ് എന്ന് വിളിക്കാം. യെസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഏതൊക്കെയാണ് ഇറ്റ്സ് അമോണിയയുടെ കണ്ടന്റുള്ള ഹോർമോൺസ്? ഏതൊക്കെയാ? അമോണിയയുടെ കണ്ടന്റുള്ള ഏറ്റവും ബേസിക് അമിനോ ആസിഡ് ഏതൊക്കെയാ? തൈറോക്സിൻ ഉണ്ടോ? ചോദിച്ച കാര്യമാണ്. ഇറ്റ്സ് അമോണിയയുടെ കണ്ടന്റ് ഉള്ള ഏറ്റവും ബേസിക് അമിനോ ആസിഡ് ഏതാ? തൈറോക്സിൻ ഉണ്ടോ? അവിടെ ഉണ്ടോ? ആലോചിച്ച് പറ. ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇറ്റ്സ് അമിനോ ആസിഡ് തൈറോക്സിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന കാര്യം തന്നെയാണ്. ഇറ്റ്സ് അമിനോ ആസിഡ് തൈറോക്സിൻ എന്നാണല്ലേ ഈ പറഞ്ഞത് തൈറോക്സിൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇറ്റ്സ് അമിനോ ആസിഡ് തൈറോക്സിൽ നിന്നാണ് നമ്മൾ എന്ത് ഡിറൈവ് ചെയ്ത് വരുന്നത്? തൈറോക്സിൻ ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? എല്ലാവർക്കും യെസ്. ഇനി വേറെ എന്തുണ്ട്? ടൈപ്സ് ഓഫ് ഹോർമോൺസിൽ ഫസ്റ്റ് സ്റ്റിറോയിഡ് പറഞ്ഞു, സെക്കൻഡ് ഇസ് അമൈൻ ഹോർമോൺസ് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ആണ്. കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതെവിടെന്നാ വരുന്നത്? ആ ഒരു പേരിൽ തന്നെയുണ്ട്. ഇത് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് പറയുമ്പോൾ ഇത് എവിടെന്നാ വരുന്നത്? ആലോചിച്ച് പറയുക. ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. എല്ലാവരും പ്രോട്ടീൻ പറഞ്ഞു. പ്രോട്ടീൻ മാത്രമേ ഉള്ളോ? ഇത് പ്രോട്ടീനും ആൻഡ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കൂടിയുള്ളതാണ്. മറക്കരുത്. ഇറ്റ്സ് പ്രോട്ടീനും ആൻഡ് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും കൂടി ചേർന്നാണ് ഇവ വരുന്നത്. ഇറ്റ്സ് ബേസിക്കലി പ്രോട്ടീൻ തന്നെയാണ്. പക്ഷെ അതിനകത്ത് എന്തുകൂടെ ഉണ്ട്?
അതിന് എന്തുകൂടെ ഉണ്ട്? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ചേർന്നാണ് വരുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടി അടങ്ങിയ ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ആൻസർ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടി വരുന്ന, അവ അടങ്ങി വരുന്ന ഹോർമോൺസിനെ കൂടി നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് വിളിക്കല്ലേ? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് വിളിക്കുക. സിമ്പിൾ കാര്യമാണ്. ആൻസർ വളരെ സിമ്പിൾ ആണ്. കാർബോഹൈഡ്രേറ്റിന്റെയും ആൻഡ് പ്രോട്ടീനും ചേർന്ന് വരുന്നു. അവയുടെ കണ്ടന്റ് കൂടി അടങ്ങിയ ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്ന പേര് കാർബോഹൈഡ്രേറ്റിന്റെയും ആൻഡ് പ്രോട്ടീന്റെയും കണ്ടന്റ് കൂടി ചേർന്ന് വരുന്ന ഹോർമോൺസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് വിളിക്കാം. ഇനിയാണ് കേരള പീസ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. ഇവിടെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റും ആൻഡ് പ്രോട്ടീനും കൂടി ചേർന്ന് വരുന്ന ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് പറയുമ്പോൾ അവയുടെ എക്സാമ്പിൾ ആണ് കേരള പീസ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ? എല്ലാവരും FSH എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരും FSH ആൻഡ് TSH ആൻഡ് LH എന്ന് കേട്ടിട്ടുണ്ടോ? ഇവയ്ക്ക് 3 എക്സാമ്പിൾ ആണുള്ളത്. FSHന്റെ ഫുൾ ഫോം എന്താ? FSHന്റെ ഫുൾ ഫോം എന്താണ്? FSH ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണോ? ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, ആൻഡ് TSH ഉണ്ട്, ആൻഡ് LH ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 ഹോർമോൺസിന്റെ ടൈപ്പിനെ വിളിക്കുന്ന പേരെന്താ? ഈ 3നെ വിളിക്കുന്ന പേരെന്താ? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ്. ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ്. ഇനി ഒരിക്കലും ഈ ഒരു കാര്യം മറക്കരുത്. ഇനി ഓർമ്മിക്കണം. ഇറ്റ്സ് LH എന്ന് കണ്ടാലും ആൻഡ് TSH എന്ന് കണ്ടാലും ആൻഡ് FSH കണ്ടാലും ഇവ 3ന്റെ പേരെന്താ? അപ്പൊ എന്തായിരിക്കും? ഇത് ഗ്ലൈക്കോ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇവ 3 എന്നും ഓർമ്മിക്കോടെ. എല്ലാരും ഓർമ്മിക്കോ? അപ്പൊ ഈ പറഞ്ഞ 3 ടൈപ്പും ക്ലിയർ ആയല്ലോ. ഈ പറഞ്ഞ 3ഉം ക്ലിയർ ആയി. 4ാമത്തെ ടൈപ്പ് ഹോർമോൺ ഏതാ? ഇറ്റ്സ് ദ പെപ്റ്റൈഡ് ഹോർമോൺസ്. 4ാമത്തവന്റെ പേരെന്താ? 4ാമത്തവന്റെ പേരാണ് എന്താ? പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഇത് മിക്കവാറും എല്ലാ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാലും 3 ക്ലാസിഫിക്കേഷനേ ഉള്ളൂ. നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ അതിൽ ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് 3 ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ പഠിക്കാനുണ്ട്. അവയുടെ പേരെന്താ? ഇറ്റ്സ് ദ പെപ്റ്റൈഡ് ഹോർമോൺസ് കൂടെ നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ ചേർത്ത് പഠിക്കണം. പക്ഷെ ഏറ്റവും പഴയ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതും 2ാമത് പറഞ്ഞതും 3ാമത് പറഞ്ഞതും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയുള്ള കാലത്ത് ഈ ഒരു എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇതും കൂടെ ചേർത്ത് പഠിക്കണം. ഇത് മിക്കവാറും ഈ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാണാറില്ല. അത് കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ ചാൻസ് വളരെ കുറവാണ്. സോ ഇവയുടെ പ്രത്യേകം എന്താ? ഇറ്റ്സ് ദ പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? എന്തായിരിക്കും ദ പെപ്റ്റൈഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ? എന്താണ് പെപ്റ്റൈഡ്? പറഞ്ഞേ. അവയ്ക്ക് പ്രോട്ടീൻ ഉണ്ടോ? അവയ്ക്കകത്ത് പ്രോട്ടീൻ ഉണ്ടോ? ഉണ്ടോടെ? ഉണ്ടോടെ? ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അവയ്ക്ക് വേറെ എന്തുകൊണ്ടായിരിക്കും? എന്താ? അമിനോ ആസിഡ് ഉണ്ടോ? ഈ പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പ്രോട്ടീൻ ആയിട്ടുണ്ടോ? ഇറ്റ്സ് പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, അവിടെ ഒരു പ്രോട്ടീൻ ആയിട്ടുണ്ടോ? ഇല്ല. ഇറ്റ്സ് പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ആയിട്ടില്ല. അപ്പൊ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ, അല്ലേ? അമിനോ ആസിഡ് മാത്രമുള്ള ഏറ്റവും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ചെയിൻ അല്ലേ? അമിനോ ആസിഡ് ചേർന്നിട്ടുള്ള ഈ പറഞ്ഞ അമിനോ ആസിഡ് ചേർന്നാൽ ഈ പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവുന്നത്? ആരെയും പറഞ്ഞു? അല്ലേ? ആണ്. അപ്പൊ ഇറ്റ്സ് അമിനോ ആസിഡ് ചേർന്നുള്ള ഒരു ചെറിയൊരു ചെയിനെ വിളിക്കുന്ന പേരെന്താ? അമിനോ ആസിഡ് ചേർന്നുള്ള ഒരു ചെറിയൊരു ചെയിനെ വിളിക്കുന്ന പേരെന്താ?
ഇറ്റ് ഇസ് ദ പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് വിളിക്കാം. അമിനോ ആസിഡ് മാത്രമേ ഉള്ളൂ. അമിനോ ആസിഡ് ചേർന്നുള്ള ഒരു ചെറിയൊരു ചെയിനെ വിളിക്കുന്ന പേര് ഇറ്റ് ഇസ് ദ പെപ്റ്റൈഡ് ഹോർമോൺസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഏതാ? എക്സാമ്പിൾ ആണ് ഇമ്പോർട്ടന്റ്. എല്ലാവരും ഇറ്റ്സ് ADH എന്ന് കേട്ടിട്ടുണ്ടോ? ADH കേട്ടിട്ടുണ്ടോ? ആന്റി ഡയബറ്റിക് ഹോർമോൺ കേട്ടിട്ടുണ്ടോ? ADH എന്ന് ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ വീണ്ടും ചോദിക്കാം. ഈ പറഞ്ഞ പെപ്റ്റൈഡ് ഹോർമോൺസ് നമ്മൾ എവിടെ നിന്നാണ് ഡിറൈവ് എടുക്കുന്നത്? വീണ്ടും ഒന്നുകൂടെ ചോദിക്കട്ടെ. പെപ്റ്റൈഡ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ നിന്നും അതിന് ഡിറൈവ് ചെയ്തെടുക്കുന്നത് എവിടെന്നാ? അത് അമിനോ ആസിഡ് അല്ലേ? അമിനോ ആസിഡ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആന്റി ഡയബറ്റിക് ഹോർമോൺ ഒരു എക്സാമ്പിൾ. ആൻഡ് ഓക്സിറ്റോക്സിൻ അത് കേട്ടിട്ടുണ്ടല്ലോ? ഓക്സിറ്റോക്സിൻ അതുമുണ്ട്. ആൻഡ് തൈറോയ്ഡ് റിലീസിങ് ഹോർമോണും ഉണ്ട്. മറക്കരുത്. ആന്റി ഡയബറ്റിക് ഹോർമോൺ ആയ ADH ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ഓക്സിറ്റോക്സിൻ ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ. ഇവ 3 പേരും അതെന്ത് ടൈപ്പ് ഹോർമോൺ ആയിരിക്കും? അപ്പോ ഇറ്റ്സ് ദ പെപ്റ്റൈഡ് ആണ്. അത് 3 എന്താ? ഇറ്റ്സ് ദ പെപ്റ്റൈഡ് ഹോർമോൺസ് ആണ്. ഒരിക്കലും മറക്കരുത്. യെസ്, ഇത്രയും ക്ലിയർ ആയോടെ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺസ് വരുന്നത് എവിടുന്നാ? ഇറ്റ് ഇസ് ദ തൈറോയ്ഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺസ്. അതിന്റെ എക്സാമ്പിൾ എവിടെ വരുന്നത്? ക്ലിയർ? ഇറ്റ്സ് ദ തൈറോയ്ഡ് എവിടെന്നാ വരുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. എവിടുന്നാ? എല്ലാവരും ആമീൻ. യെസ്, ഇത്രയും ഹോർമോൺസ് മാത്രമേ ഉള്ളൂ. നമ്മൾ മൊത്തം 4 ടൈപ്പ് പഠിച്ചു. ഇത്രയും ഹോർമോൺസ് മാത്രമേ ഉള്ളൂ. 5ാമത്തെ എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ദ പ്രോട്ടീൻ ഹോർമോൺസ് എന്ന് കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇറ്റ്സ് ദ പ്രോട്ടീൻ ഹോർമോൺസ്. 5ാമത്തെ പേരാണ്. 5ാമത്തെ എന്ന് പറയുമ്പോൾ അവന് ഒരു ഇമ്പോർട്ടന്റ് പ്രത്യേകം ഉണ്ട്. ഇത് എവിടെ നിന്ന് ഡിറൈവ് വരുന്നത്? ഇറ്റ്സ് പ്രോട്ടീൻ ഹോർമോൺസ് പറയുമ്പോൾ അത് എവിടെ നിന്നായിരിക്കും? അതും അമിനോ ആസിഡ് അല്ലേ? ഈ പറയാം അമിനോ ആസിഡ് എല്ലാം അത് കൃത്യമായി നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളത് എന്താണ്? അമിനോ ആസിഡ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പ്രോട്ടീൻ ആയി മാറി അല്ലേ? അല്ലേടെ? ആണല്ലേ? അത് പ്രോട്ടീൻ ആയി മാറി. യെസ്. ഇനി എക്സാമ്പിൾ അറിയാമോ? എക്സാമ്പിൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ കേട്ടിട്ടുണ്ടോ? ഗ്രോത്ത് ഹോർമോൺ ആൻഡ് ദ പാരാതൈറോയ്ഡ് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണും ആൻഡ് ദ പാരാതൈറോയ്ഡ് ഹോർമോണും ആൻഡ് ദ പ്രൊലാക്റ്റിനും. ഇവ 3 പേരും എന്താ? ഇറ്റ്സ് ദ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇവ 3 പേരും എന്താ? ഇറ്റ്സ് ദ പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഈ ഒരു ചോദ്യം എവിടെ നിന്നാ അപ്പൊ വരുന്നത്. ഈ ഒരു ചോദ്യം എങ്ങനെ ചോദിക്കാം? ആലോചിക്കുക. ഇത്രയും ടൈപ്സ് ഓഫ് ഹോർമോൺസ് പറഞ്ഞപ്പോൾ ഈ ചോദ്യം എവിടെ നിന്ന് വരും? എക്സാമ്പിൾസ് ആണോ അല്ലയോ? എക്സാമ്പിൾസ് എന്നല്ലേ ക്വസ്റ്റ്യൻ വരുന്നത്? സോ പറഞ്ഞേ, ഇറ്റ്സ് എ പ്രൊലാക്റ്റിൻ ആൻഡ് ദ പാരാതൈറോയ്ഡ് ഹോർമോൺ ആൻഡ് ദ ഗ്രോത്ത് ഹോർമോൺസ്. അത് വരുന്നത് എവിടെന്നാ? ഇറ്റ് ഈസ് ദ പ്രോട്ടീൻ ഹോർമോൺസ്. ഇവ 3 പേരും പ്രോട്ടീൻ ഹോർമോൺസ് ആണ്. ആൻഡ് ADH ആൻഡ് ഓക്സിറ്റോക്സിൻ ആൻഡ് ദ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആൻഡ് ഇൻസുലിനും ഉണ്ട്. ആൻഡ് ഗ്ലൈക്കോജനും ചേർന്ന് വരുന്ന എവിടെയാ? ആൻഡ് ഇൻസുലിൻ ഉണ്ട്. ആൻഡ് ഗ്ലൈക്കോജൻ വരുന്ന എവിടെയാ? ഇറ്റ് ഇസ് ദ പെപ്റ്റൈഡ് ഹോർമോൺ. ചോദ്യം വരും. ആൻഡ് FSH ആൻഡ് ദ TSH ആൻഡ് ദ LH എവിടെന്നാ? ഇറ്റ്സ് ഗ്ലൈക്കോ പ്രോട്ടീൻ അല്ലേ? ഗ്ലൈക്കോ പ്രോട്ടീൻ. ആൻഡ് ദ തൈറോക്സിൻ എവിടെന്നാ വരുന്നത്? വരുന്ന എവിടെയാ?
ആൻഡ് തൈറോക്സിൻ വരുന്ന ഇറ്റ്സ് അമൈൻ ഹോർമോൺസ് എന്നും aldosterone and the cortisol, the testosterone, estrogen, progesterone, such as the sex hormones and the corticosteroids വരുന്ന എവിടുന്ന the sex hormones and the corticosteroids വരുന്ന എവിടുന്ന steroid hormones. So ഇത്ര എവിടെയാ പഠിച്ചത് നമ്മൾ? ഇത്രയും എവിടെയാ പഠിച്ചത് നിങ്ങളെ? ഇത്ര എവിടെ പഠിച്ചത്? The hormones അല്ലെ? ഹോർമോൺസ് ഇത്രയും ക്ലിയർ ആയി എല്ലാവർക്കും? ക്ലിയർ ആയി എല്ലാവരും പറയണം. യെസ്, ക്ലിയർ ആയി. ചോദ്യം ചോദിച്ച് എഴുതുമല്ലോ. അപ്പോൾ ഇത് എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ് ഉണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ് ഉണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഇറ്റ്സ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. ആരാ? ഇറ്റ്സ് ദ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ദ എൻഡോക്രൈൻ. ആരാണ്? ഇറ്റ്സ് ദ മാസ്റ്റർ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ദ മാസ്റ്റർ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആരാടെ? എല്ലാരും പറയട്ടെ. ഇറ്റ് ഇസ് ദ മാസ്റ്റർ ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ആരാ? അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ? അല്ലേ? ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞു. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു മാസ്റ്റർ ഉണ്ട്. അതാരാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു മാസ്റ്റർ ഉണ്ട്. അതാരാ? ഹൈപ്പോതലാമസ്. മറക്കരുത്. നമ്മുടെ എൻഡോക്രൈനിന്റെ ഈ കേൾക്കാടെ എല്ലാരും കേൾക്കാല്ല. എൻഡോക്രൈനിന്റെ മാസ്റ്റർ ആരാ? എൻഡോക്രൈനിന്റെ മാസ്റ്റർ ആരാ? പിറ്റ്യൂട്ടറി. ആൻഡ് പിറ്റ്യൂട്ടറിയുടെ മാസ്റ്റർ ആരാ? അങ്ങനെയും ചോദ്യം വന്നാൽ എഴുതണം. ആൻഡ് പിറ്റ്യൂട്ടറിയുടെ മാസ്റ്റർ അത് ഹൈപ്പോതലാമസ്. അപ്പൊ ഹൈപ്പോതലാമസിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ? യെസ്, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയി എല്ലാവർക്കും? ഈ ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. ആരും കണ്ടിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. ആരാടെ? അപ്പോ കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാരും? അപ്പൊ അവിടെ നോക്കും ആരായിരിക്കും. എപ്പോഴും ഓർമ്മ ആയിരുന്നായിരിക്കും. അത് പിറ്റ്യൂട്ടറി ഓർമ്മ വരും. പക്ഷെ ആൻസർ എന്താ? അത് ഹൈപ്പോതലാമസ് അല്ലേ? ഇറ്റ് ഇസ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദ മാസ്റ്റർ ഗ്ലാൻഡ്. കണ്ട ക്വസ്റ്റ്യൻ ആണല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് ദ ഹൈപ്പോതലാമസ്. കുറച്ച് സമയം പഠിക്കാം. ഇറ്റ്സ് ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് പിറ്റ്യൂട്ടറി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന ആളാണോ? ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ടോട്ടലായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണോ? ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ അത് മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണോ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്? എങ്ങനെയാ? ആണോടെ? ആണല്ലേ? അതെങ്ങനെയാ? അത് എങ്ങനെ റെഗുലേറ്റ് ചെയ്യും? ഇപ്പൊ കുറെ കാര്യം പഠിച്ചു. കുറെ ഹോർമോൺസിന് റിലീസ് ഉണ്ടാണോ? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യണല്ലേ? ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടല്ലേ നമ്മൾക്ക് അതിന് റെഗുലേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഫുൾ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഹോർമോൺസ് വഴിയാണ്. ആണോ? ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്ന ആരാ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾ ചെയ്യുന്ന ആരാ? ചോദിക്കട്ടെ. ഹൈപ്പോതലാമസ്. സോ നോക്കാം. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിന്റെ പേരുകൾ എല്ലാ PSC എക്സാമിനും ചോദിക്കുന്നവയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. പേര് പറയട്ടെ. ഹോർമോൺസ് ഏതൊക്കെയാ? ഈ പറഞ്ഞ ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്ന
ഹൈപ്പോതലാമസ് സെക്രട്ട് ഹോർമോൺസിന്റെ പേര് പറഞ്ഞേ. ഹൈപ്പോതലാമസ്. ഇത് GHRH കേട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഓൺ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം വരുന്ന ഏതാ? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ അല്ലേ? ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ കേട്ടിട്ടുണ്ടോ? ഓരോന്നായിട്ട് പറയാം, ഓരോന്നായിട്ട് പഠിക്കാം, ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഒന്ന് ഹെഡിങ് കിട്ടോ, ഫസ്റ്റ് ഒന്ന് ഹെഡിങ് കിട്ടോ. ഇറ്റ് ഇസ് GHRH, ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഈ പറഞ്ഞ GH റിലീസ് ചെയ്യുന്നത് ആരാണ്? GH മാത്രം ആരാ റിലീസ് ചെയ്യുന്നത്? അത് ചോദിക്കട്ടെ. ഏറ്റവും നോർമൽ ആയിട്ട് വരുമ്പോൾ ഇറ്റ് ഇസ് GH, ഇറ്റ് ഗ്രോത്ത് ഹോർമോൺ ആരാ റിലീസ് ചെയ്യുന്നത്? എല്ലാരും അത് പിറ്റ്യൂട്ടറി അല്ലേ? അത് പിറ്റ്യൂട്ടറി എന്ന് പറയുമ്പോൾ അതേത് പിറ്റ്യൂട്ടറി? ആന്റി പിറ്റ്യൂട്ടറി അല്ലേ? ആന്റി പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ ഹോർമോൺ അപ്പൊ ആരാ? അപ്പൊ ഇതാരായിരിക്കും? ഇത് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആരാ? അപ്പോ അത് ഹൈപ്പോതലാമസിലെ വ്യത്യാസം മറക്കരുത്. ചോദിക്കും, സാധാ ഗ്രോത്ത് ഹോർമോൺ ആ റിലീസ് ചെയ്യും, അത് ആന്റി പിറ്റ്യൂട്ടറി, അത് ആന്റി പിറ്റ്യൂട്ടറി. പക്ഷേ ഇത് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആരാ? അത് ഹൈപ്പോതലാമസ് ആണ്. വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം ഓർമ്മയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കും, വ്യത്യാസം കിട്ടിയ എല്ലാവർക്കും. സാധാരണ ഗ്രോത്ത് ഹോർമോൺ ആര് റിലീസ് ചെയ്യും? സാധാരണ ഇറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ ആര് റിലീസ് ചെയ്യും? ആന്റി പിറ്റ്യൂട്ടറി, ആന്റി പിറ്റ്യൂട്ടറി. അതേസമയം ഇറ്റ്സ് ഗ്രോത്ത് ഹോർമോൺ റിലീസിങ് ഹോർമോൺ ആരാ? അത് ഇസ് മാസ്റ്റേഴ്സ് ഓഫ് ദ മാസ്റ്റർ എന്ന് പറയുന്ന ഹൈപ്പോതലാമസ്. അപ്പൊ ഫസ്റ്റ് ഹോർമോൺ കിട്ടിയല്ലോ, ഫസ്റ്റ് ഹോർമോൺ കിട്ടിയല്ലോ. സെക്കൻഡ് ഹോർമോൺ ഏതാ? സെക്കൻഡ് ഇത് GHIH. എന്താ? എന്താണ് GHIH എന്ന് പറഞ്ഞ എന്താ? ഇത് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ അല്ലേ? ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് എന്ന് നിങ്ങൾ എല്ലാവരും പറയും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈ ഒരു പേരല്ല കാണുന്നത്. അതേത് പേരാ? മറ്റൊരു പേരുണ്ട്, സൊമാറ്റോസ്റ്റാറ്റിൻ എന്നാണോ? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ? ഉണ്ട് ഉണ്ട് ഉണ്ട്, കാണും, കാണാറുണ്ട്. യെസ്, ഇതിന് പറഞ്ഞ ക്ലിയർ ആയോടെ? അവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ആൻസർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ, ഒരു ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഈ പറഞ്ഞ വളർച്ചയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? അതേ ഹോർമോണാ. ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഇത് വളർച്ചയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? എല്ലാരും പറയണം. അത് ഗ്രോത്ത് ഹോർമോൺ. അത് ഗ്രോത്ത് ഹോർമോൺ അല്ലേ? 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 ആ വളർച്ചയിൽ എത്തിയ നിങ്ങളെ അതിന് പ്രൊഡ്യൂസ് ചെയ്യണ്ട, ഇനി വളരണ്ട എന്ന് നിർത്താൻ പറയുന്ന ആരാ? അപ്പോ അതാരായിരിക്കും? അത് ഹൈപ്പോതലാമസ് അല്ലേ? അതപ്പോ ഹൈപ്പോതലാമസ് അല്ലേ? ആണോ? ആണോ? ആ ഹൈപ്പോതലാമസിൽ റിലീസ് ഹോർമോൺ ആരാ? അപ്പോ അത് ഹൈപ്പോതലാമസ് റിലീസ് ഹോർമോൺ ആരാ? സൊമാറ്റോസ്റ്റാറ്റിൻ എന്നും പറയും, ആൻഡ് ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ എന്നും പറയും. ഓർമ്മിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും ഈ പറഞ്ഞ വളർച്ചയിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? അത് ഗ്രോത്ത് ഹോർമോൺ ആണ്. പക്ഷെ അതേസമയം ഇനി വളരണ്ട, അവിടെ മതി എന്ന് പറയുന്ന ആരാ? ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റീവ് ഹോർമോൺ ആണ്. മറക്കരുത്, ഒരിക്കലും മറക്കരുത്. അപ്പൊ 2 ഹോർമോണായി. അടുത്ത മൂന്നാമത്തെ ഹോർമോൺ പേര് പറയൂ. 2 ഹോർമോൺ. മൂന്നാമത്തെ പേരെന്താ? എന്താണ് CRH? എന്താ? എന്താണ് CRH? എന്താ? ഇത് കോർട്ടിക്കോട്രോപിക് റിലീസിങ് ഹോർമോൺ ആണോ? ഇത് കോർട്ടിക്കോട്രോപിക് റിലീസിങ് ഹോർമോൺ ആണോ? റിലീസിങ് ഹോർമോൺ അല്ലേ? ആണോടെ? അപ്പൊ ഇതാരാ റിലീസ് ചെയ്തത്? അപ്പൊ ഇതപ്പോ ആരാ റിലീസ് ചെയ്തത്?
ഇത് പിറ്റ്യൂട്ടറി ആണോ ഹൈപ്പോതലമസ് ആണോ? പിറ്റ്യൂട്ടറി ആണോ ഹൈപ്പോതലമസ് ആണോ? ഹൈപ്പോതലമസ്. ഹൈപ്പോതലമസ് അല്ലേ? ആണാടെ, ആണ് 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 ആണ്. ഇനി അടുത്തൊരു ഹോർമോൺ ഉണ്ട്. TRH എന്താ? TRH എന്താ? ദ തൈറോട്രോപിക് റിലീസിങ് ഹോർമോൺ ആണോ? ദ തൈറോട്രോപിക് റിലീസിങ് ഹോർമോൺ ആണോ? ഏരിയയിൽ പഠിക്കുക. ചോദിക്കട്ടെ, അപ്പൊ ഇവൻ ആരെ കൺട്രോൾ ചെയ്യുന്ന? TRH ആരെയാ കൺട്രോൾ ചെയ്യുന്നത്? TRH അത് എന്തിനെയാണ് അപ്പോ കൺട്രോൾ ചെയ്യുന്നത്? TSH എന്ന് പറയുന്ന തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നവന്റെ പേരെന്താ? ആരാണ്? TSH കൺട്രോൾ ചെയ്യുന്ന പാരാ? TSH കൺട്രോൾ ചെയ്യുന്ന പാരാ? TRH ആണ്. നമ്മുടെ ബോഡിയിലുള്ളത് TSH കൺട്രോൾ ചെയ്യുന്ന ആരാ? അത് TRH ആണ്. അപ്പൊ അത് ആരുടെ സംഭാവനയാണ്? ഹൈപ്പോതലാമസിന്റെ സംഭാവനയല്ലേ? ഹൈപ്പോതലാമസിന്റെ സംഭാവനയല്ലേ TRH എന്ന് പറയുന്നത്? നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും TSH എന്താണ് അങ്ങ് ഒരുപാട് വരും അല്ലേ? ഒരു കൺട്രോൾ ആർക്കെ ഉണ്ടോ ഇതിനകത്ത്? തടങ്ങി ഉണ്ടോ? ഈ പറഞ്ഞ TSH കൂടിയ ആൾക്കാരൊക്കെ ഉണ്ടോ? തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എല്ലാം കൂടിയ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോടെ? TSH ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണ്ട. അപ്പൊ അപ്പൊ ആരായിരിക്കും? ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലല്ലേ? അപ്പൊ ആരാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്? ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹൈപ്പോതലാമസിന്റെ സംഭാവനയാണ്. ആ സംഭാവന ചെയ്ത ആളുടെ പേരെന്താ? തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആണ്. അവനെ പിടിച്ചു വെക്കാൻ, അവനെ നിലനിർത്താൻ വേണ്ടി എപ്പോഴും സഹായിക്കുന്നത് അവനാണ്. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയോ? ഓരോ കാര്യവും വീണ്ടും എടുത്ത് പറഞ്ഞ കാര്യമാണ്. ക്ലിയർ ആയോടെ? 4 പറഞ്ഞു. 4 ക്ലിയർ ആയല്ലോ. അഞ്ചാമത്തിന്റെ പേരെന്താ? GnRH എന്ന് പറഞ്ഞ എന്താ? അഞ്ചാമത്തെ പേരാണ് GnRH എന്ന് പറഞ്ഞ എന്താ? ഇറ്റ് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ അല്ലേ? GnRH. സത്യം പറയണം, ഇത്രയും സമയം പറഞ്ഞ പേര് ഓർമ്മ വയ്ക്കും. പക്ഷെ ഇത് നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു പേരല്ലേ? GnRH എന്ന പേരൊക്കെ എപ്പോഴും പഠിക്കാൻ സ്കിപ്പ് ചെയ്യുന്ന പേരല്ലേ? അല്ലേ? ഇത് എപ്പോഴും പഠിക്കാൻ ഇഷ്ടമുള്ള ഏതാ? TSH അല്ലേ? എപ്പോഴും പഠിക്കാൻ ഇഷ്ടമുള്ള പേരെന്താ? അത് ഈ പറഞ്ഞ TSH ഒക്കെ എപ്പോഴും പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ പേര് കേൾക്കുമ്പോ അങ്ങ് സ്കിപ്പ് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ? GnRH എന്ന് കേൾക്കുമ്പോ സ്കിപ്പ് ചെയ്യായി. ഇത് ചോദിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഉണ്ടോടെ? ഉണ്ട്. സ്ഥിരം കേൾക്കുന്ന പേരിന്റെ പിറകെ മാത്രമേ എപ്പോഴും പോകാറുള്ളൂ. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ്. സ്ഥിരമായി കേൾക്കുന്ന പേരിന്റെ പിറകെ എപ്പോഴും പോകാറുള്ളൂ. എപ്പോഴും TSH ഒക്കെ മാത്രമേ പഠിച്ചുകൊണ്ട് പോകുള്ളൂ. പക്ഷെ ബാക്കി ഹോർമോൺസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഇത്? ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവൻ ആരെയാണ് കൺട്രോൾ ചെയ്യുക? ഇവൻ ആരെയാണ് പിടിച്ചേർത്തുന്നത്? ഇവൻ ആരെ പിടിച്ചേർത്തും? LH ആൻഡ് FSH എന്ന് പറയുന്ന 2 ഹോർമോണിനാണോടെ? ആണോടെ? എല്ലാവരും LH FSH എന്നറിയാം. എന്താണ് LH എന്നും എന്താണ് FSH എന്നും അറിയാം. അങ്ങനെ വരുന്ന ഈ പറഞ്ഞ 2 ഹോർമോൺസിനെ പിടിച്ചേർന്ന ഇവനാണോ? ഈ 2 ഹോർമോൺസിനെ പിടിച്ചു നിർത്തുന്ന ആളാരാ? കൺട്രോൾ ചെയ്യുന്ന ആരാ? അത് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ ആണ്. ആണോടെ? അത് പിടിച്ചേർന്ന ആരെന്നപ്പോ മനസ്സിലായി. അപ്പൊ അത് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്ന? ആരാണ് LH ആൻഡ് FSH ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്നവനാണോ? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരുന്ന 2 പേരാണോ ഇവർ? LH ആൻഡ് FSH ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് വരും. പക്ഷെ അവനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? അത് ഗൊണാഡോട്രോപിൻ റിലീസിങ് ഹോർമോൺ ആണ്. ഒരിക്കലും മറക്കരുത്.
ആന്റർ പിറ്റ്യൂട്ടറിൽ നിന്ന് വരുന്ന LH-നെയും ആൻഡ് FSH-നെയും ആരാണ് എപ്പോഴും വഴിയിൽ തടഞ്ഞു നിർത്തി നീ പോകണ്ട പിടിച്ചിരുന്നാരാടെ? ഇറ്റ് ഇസ് ദ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ആണ്. 5 ടൈപ്പ് ക്ലിയർ ആയി. 5 ടൈപ്പ് ക്ലിയർ ആയോ? 5 ടൈപ്പ് ക്ലിയർ ആയോ? ക്ലിയർ ആയോടെ? ആറാമത്തെ ടൈപ്പിന്റെ പേരെന്താ? ആറാമത്തെ ടൈപ്പാണ് ദ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ആറാമതിന്റെ പേരാണ് ഒരു പാവമാണ്. ഇറ്റ്സ് ദ പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. ആക്ച്വലി എന്താണ്? ഇവൻ എന്താണ്? ഈ പറഞ്ഞത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡോപ്പമിൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ? അവനാണോ അപ്പൊ ഇത്? യെസ്. അപ്പൊ ഈ 5 ടൈപ്പും കിട്ടിയോടെ? ഈ 5 ടൈപ്പും പഠിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഈ 5 ടൈപ്പ് ഹോർമോൺസും പഠിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം എന്താണ്? ഈ പറഞ്ഞ ആന്റർ പിറ്റ്യൂട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് എല്ലാ ഹോർമോണിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരുടെ കയ്യിലാ? 6 ടൈപ്പ് പഠിച്ചു. 6 ടൈപ്പ് പഠിച്ചു കഴിയുമ്പോൾ ആന്റർ പിറ്റ്യൂട്ടറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഹോർമോൺസിനെയും കൺട്രോൾ ആരുടെ കയ്യിലാണ്? ഹൈപ്പോതലാമസിന്റെ കയ്യിലല്ലേ? ആന്റർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഹോർമോൺ 6 ടൈപ്പും അപ്പോൾ ആരുടെ കയ്യിലായിരിക്കുന്നത്? ഹൈപ്പോതലാമസിന്റെ കയ്യിലാണ്. ഹൈപ്പോതലാമസ്. ബാക്കി പറയൂടെ? ഇത്രയും ഹോർമോൺസ് മാത്രമാണോ ഈ പറയുന്ന ഹൈപ്പോതലാമസ് സെക്രറ്റ് ചെയ്യുന്നത്? ഇത് മാത്രമാണോ ഹൈപ്പോതലാമസ് സെക്രറ്റ് ചെയ്യുന്നത്? ഇനി വേറെ ഹോർമോൺസ് ഇല്ലേ? ഇത്രയും ഹോർമോൺസിനെ ഞാൻ ഇത് പറയാൻ കാരണം ഇത്രയും പേര് നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരുണ്ട്. ഇത്രയും ഹോർമോൺസ് നമ്മൾ കളക്റ്റീവായിട്ട് പറഞ്ഞൊരു പേരുണ്ട്. ആദ്യം ഇത്രയും പറയാൻ കാരണം ഇത്രയും പേര് നമ്മൾ കളക്റ്റീവായിട്ട് പറഞ്ഞൊരു പേരുണ്ട്. ആർക്ക് പറയാം? ഈ 6 പേരെയും കൂടി നമ്മൾ കളക്റ്റീവായിട്ട് പറഞ്ഞ പേരുണ്ട്. ന്യൂറോ ഹോർമോൺസ് കേട്ടിട്ടായിരിക്കും. ഈ 6 പേരെ മാത്രം നമ്മൾ കളക്റ്റീവായിട്ട് പറഞ്ഞ പേരുണ്ട്. ഇറ്റ് ഇസ് ദ ന്യൂറോ ഹോർമോൺസ് ആണ് നമ്മൾ ഇവയെല്ലാം കളക്റ്റീവായിട്ട് പറയുന്നത്. എല്ലാം ക്ലിയർ ആയോ? എല്ലാവർക്കും ഹൈപ്പോതലാമസിലെ ന്യൂറോ ഹോർമോൺസ് എന്ന് ക്ലിയർ ആയോടെ? അപ്പൊ ആരൊക്കെയാ? എല്ലാവരും അതിന്റെ പേരെല്ലാം ഷോർട്ട് ഫോം കമന്റ് ചെയ്തേ. അതിന്റെ പേരെല്ലാം ഷോർട്ട് ഫോം കമന്റ്. ഈ 6 പേരുടെ പേര് ഷോർട്ട് ഫോമിൽ 6 പേരുടെ. ഒന്ന് പ്രൊലാക്റ്റിൻ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. 2 ദ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. 3 ദ തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. 4 ദ കോർട്ടിക്കോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. 5 ദ ഗ്രോത്ത് ഹോർമോൺ ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. 6 ദ ഗ്രോത്ത് ഹോർമോൺ റിലീസിംഗ് ഹോർമോൺ. ഈ 6 പേരെയും കൂടെ ചേർത്ത് നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേര് ഇറ്റ് ഈസ് ദ ന്യൂറോ ഹോർമോൺസ് എന്ന് പറയാം. ഇത്ര ക്ലിയർ ആയോടെ? യെസ്. ഇനി ബാക്കി കുറച്ച് സെപ്പറേറ്റ് പഠിക്കും. സോ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഇറ്റ് ഈസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാമോ? സോ ഇതുവരെ പറഞ്ഞില്ല ക്ലിയർ ആയി? ഇറ്റ് ഈസ് ഹൈപ്പോതലാമസ്. ക്ലിയർ ആയി എല്ലാവർക്കും ഹൈപ്പോതലാമസ് ക്ലിയർ ആയോ? ഫസ്റ്റ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ചാപ്റ്റർ 1 ആയ ഹൈപ്പോതലാമസ് ക്ലിയർ ആയോ? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ചാപ്റ്റർ 1 ആയ ഹൈപ്പോതലാമസും ഹോർമോൺസ് ക്ലിയർ ആയല്ലോ? ക്ലിയർ.
ഇത് കാണുന്നുണ്ടോ? ഞാനൊരു ചാപ്റ്റർ വൈസാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് കൃത്യമായി ചാപ്റ്റർ വൈസാണ് പഠിപ്പിക്കുന്നത്. അത് കൃത്യമായി പഠിക്കുക. സോ നമുക്ക് യൂണിറ്റ് 1 കംപ്ലീറ്റ് ആയി. ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാമല്ലോ. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.